അങ്ങനെ ഇന്ത്യൻ ബൈക്ക് ഡ്രൈവിംഗ് 3Dയിലെ ടൈറ്റൻസും കാര്യത്തിന് വന്നിക്കണ്. അപ്പൊ ഇത് ഫ്രാങ്ക്ലിനെ ഫൈറ്റ് ചെയ്യാനും കാര്യത്തിനാണ് വന്നിക്കുന്നത്. അപ്പൊ ഇത് എന്ത് കാരണത്തിലാണ് സിറ്റിക്ക് വന്നത് വീഡിയോ കൂടെ പറഞ്ഞത്. അങ്ങനെ നമ്മൾ സിറ്റിന്റെ പകുതി മുക്കാൽ നമ്മൾ ഇതിട്ട് മൂടിയിരിക്കുന്നത്. അപ്പൊ നമ്മൾ സർക്കാർ പറഞ്ഞു ഇവിടെ അറ്റാക്കും കാര്യത്തിന് ഉണ്ടാവാൻ സാധ്യത. അപ്പൊ ഇതിങ്ങനെ മൂടിയിട്ടിരിക്കാണ്. അപ്പൊ ഇത് നമ്മൾ അറ്റാക്ക് ചെയ്തെക്കാൻ വേണ്ടിയിട്ട് മൂടിയിട്ടാണ്. പോലീസും ഇങ്ങോട്ട് പ്രവേശനം ഇല്ല എന്ന് പറഞ്ഞാണ് മൂടിയിട്ട് പൈതി മൂടിയിട്ടില്ല. പൈതി നമ്മളെ സിറ്റി മൂടിയിട്ടുണ്ട്. അപ്പൊ അതാണ് മൂടി കാര്യത്തിന് വെച്ചിരിക്കുന്നത്. അപ്പൊ അടിപൊളി ഇതൊന്ന് തുറന്നുകാണ്ടാണ് പോകാൻ കഴിയാത്തത്. വലിയതാണ് നമ്മളെ സിറ്റിന്റെ പൈതി ആക്കിയിട്ടുള്ളൂ. ബാക്കിയൊക്കെ നമ്മൾ തുറന്നിട്ടിരിക്കണം. അപ്പൊ ഇതിന് തുറക്കണ വെച്ചിട്ട് ഗേറ്റും കാര്യത്തിന് ഉണ്ട്. അപ്പൊ നമ്മൾ മൂടിയിട്ടിരിക്കണേ. അത് നമ്മൾ ബീച്ച് സൈഡും കാര്യത്തിന് പോകണം. നമ്മൾ കുറച്ച് റെസ്റ്റ് എടുക്കാൻ വെച്ചിട്ട് ബീച്ച് സൈഡിൽ പോകുമ്പോൾ ഈ വണ്ടി കാര്യത്തിന് എടുത്താണ് ബീച്ച് സൈഡും കാര്യത്തിന് പോകുന്നത്. അപ്പൊ നമുക്ക് നേരെ അവിടെ എത്തിയിട്ട് കാണാം. അപ്പൊ എന്തായാലും പറപ്പിച്ച് ബീച്ച് സൈഡും കാര്യത്തിന് എത്തിയിട്ടുണ്ട്. അങ്ങനെ ബീച്ച് സൈഡിലും കാര്യത്തിന് എത്തിയപ്പോൾ കുറച്ച് റെസ്റ്റ് എടുക്കാണ്. അല്ലെങ്കിൽ കുറച്ച് റെസ്റ്റ് എടുക്കുമ്പോൾ ഇവിടെ ബോട്ടും കാര്യത്തിനുണ്ട്. അപ്പൊ നമുക്ക് ബോട്ടിലൊന്നും പോലും നമ്മൾ നിൽക്കുന്നത്. പക്ഷെ അപ്പൊ എന്തോ ഒച്ചും കാര്യത്തിന് നിൽക്കുന്നുണ്ട്. നമ്മുടെ സിറ്റി ഒക്കെ എന്തോ കുലുങ്ങണ മാതിരിയൊക്കെ ഉണ്ട്. അപ്പൊ എന്താണെന്ന് അറിയില്ല. നമ്മൾ നല്ല കുലുങ്ങണും കാര്യത്തിനുണ്ട്. നമുക്ക് എന്തായാലും അറിയില്ല. നമ്മുടെ സിറ്റി നല്ല മോണം കുലുങ്ങുന്നുണ്ട്. അപ്പൊ എന്തായാലും നമുക്ക് നോക്കാം. അവിടെ പുറത്താരും വന്നുകണെന്ന് അറിയില്ല. നമ്മളെ കേണല് ഉണ്ടാക്കിയതാണ്. അപ്പൊ അതിന്റെ അപ്പുറത്ത് എന്തോ ശബ്ദം ഉണ്ടെങ്കിൽ ഫൈറ്റ് ചെയ്യാൻ ആരും വന്നുകണെന്നൊന്നും അറിയില്ല. നമുക്ക് നോക്കാം എന്താണെന്നൊന്നും അറിയില്ല. ടൈറ്റൻസിന്റെ കൈയും കാര്യങ്ങളും കണ്ടിട്ട് അപ്പൊ എന്താ സംഭവിക്കണം നമുക്ക് ഒരു ഐഡിയയും കാര്യത്തില്ല. അപ്പൊ ടൈറ്റൻസ് ആ ഡോറും കാര്യത്തിന് തുറന്നു. അപ്പൊ ടൈറ്റൻസ് സ്റ്റക്കായി നിൽക്കുന്ന ഒരു അനക്കും കാര്യത്തൊന്നും ഇല്ല. അപ്പൊ നമുക്ക് എന്ത് പോലീസ് സ്റ്റേഷനിലേക്ക് നേരെ വിട്ടുകയാണ്. അപ്പൊ നമുക്ക് പോലീസുകാരോട് ചോദിച്ചോക്കെ എന്താന്ന് ഒരു പോലീസ് മാത്രമേ ഉള്ളൂ. നമുക്ക് ചോദിച്ചോക്കെ എന്താ ഇത് തുരത്താൻ സാർ നമ്മള് ടൈറ്റൻസ് കാര്യത്തെ സിറ്റിക്കാണ് നമുക്ക് ഒരു ബോംബ് കാര്യത്തില്ല. അത് മെയിൻ ഓക്കെ സാർ ഞാൻ അവിടെ പോയി മെയിൻ കൊണ്ട് നേരെ വിട്ടു. ഓക്കെ 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 നമ്മളുടെ വണ്ടി എടുത്താണ്ട് അവിടെ എയർപോർട്ടിലും കാര്യത്തിന് ഇതുണ്ട്. ബോംബ് തുരത്താനുള്ള ബോംബ് കാര്യത്തിനുണ്ട് എന്ന് പറഞ്ഞ് ചെറിയൊരു ബോംബ് നമ്മൾ വീട്ടിൽ ചെന്ന് സംഭവിക്കൊന്നും നമുക്ക് എയർപോർട്ട് പോയാണ് മെയിൻ കൊണ്ടിട്ട് അവിടെ പോലീസുകാരെ അടുത്തുണ്ടെന്ന് പറഞ്ഞത്. കേണലാണ് ഇതൊക്കെ നമുക്ക് ചെയ്തു തന്നെ. അപ്പൊ കേണൽ വണ്ടിന്റെ ഉള്ളിലായിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഈ വണ്ടി എടുത്തുകൊണ്ട് പോകാം. പക്ഷെ ഈ സാധനം നമുക്ക് എടുക്കണം. അങ്ങനെ ഈ വണ്ടിയിൽ സാധനം വെച്ചാണ് പോകേണ്ടത്. അപ്പൊ എന്താ ആ ഫൈറ്റ് ചെയ്യാൻ വന്നത് അവിടെ ഉണ്ടാകുമെന്ന് പറയാൻ പറ്റും. നമുക്ക് പെട്ടെന്ന് പോകണം, അർജന്റാണ്. അപ്പൊ എന്തായാലും നമുക്ക് പോയിട്ട് പറയാൻ പറ്റുള്ളൂ. അപ്പൊ എന്തായാലും ഇതായിട്ട് പറ്റുമെന്നൊന്നും അറിയില്ല. ഇത് ചെറിയ ഗണ്ണും കാര്യത്തിന്റെയാണ്. അപ്പൊ ആയിട്ട് പറ്റുമെന്നൊന്നും അറിയില്ല. അപ്പൊ നമ്മൾ വന്നപ്പോ അതേപോലെ തന്നെ സ്റ്റേക്കായി നിൽക്കുമ്പോൾ ഇങ്ങനെ വിസയിലും കാര്യത്തിന് ഇട്ടുണ്ട്. അപ്പൊ കൊള്ളാന്നൊന്നും അറിയില്ല. മാക്സിമം വിസയിൽ ഇട്ട് നോക്കിണ്ട് പറ്റുമെന്ന് അപ്പൊ കൊള്ളുന്നുണ്ട്. പക്ഷെ ഒരു അനക്കും കാര്യത്തിനില്ല. നമ്മളെ മേത്ത് തട്ടിയിട്ട് തന്നെ ഒരു അനക്കും കാര്യത്തിനില്ല. എന്തായാലും മാക്സിമം നോക്കുന്നുണ്ട് പറ്റുന്നുണ്ട്. നമ്മൾ അടുപ്പിച്ചിട്ടാണ് നോക്കുന്നുണ്ട്. പക്ഷെ കൊണ്ടിട്ട് വലിയ കാര്യമൊന്നുമില്ല. ഒരു അനക്കും പറ്റുന്നില്ല. അനങ്ങാതെ നിൽക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. അപ്പൊ നമ്മൾ നേരെ തിരിച്ച് പോലീസ് സ്റ്റേഷനിലേക്ക് തന്നെ പോവാണ്. അങ്ങനെ നമുക്ക് ലീക്കും കാര്യം കിട്ടി. പോലീസ് സ്റ്റേഷനിൽ ഒരു കീ ഉണ്ട്. അപ്പൊ നമുക്ക് അടിച്ചു മാറ്റാനായിട്ട് പോവാണ്. അപ്പൊ നമ്മൾ നേരെ അടിച്ചു മാറ്റാൻ പോലീസ് സ്റ്റേഷനിലേക്ക് നേരെ ഇവിടുന്ന് ഇറങ്ങാൻ പോലീസുകാരെ വീടിയൊക്കെ ഒരു സാർ മാത്രമേ ഉള്ളൂ. അപ്പൊ എന്തായാലും നമുക്ക് പെട്ടെന്ന് ഇറങ്ങാൻ ഗണ്ണെടുത്ത് അത്ര തന്നെ വീടിയൊക്കെ. അപ്പൊ നമ്മൾ നേരെ ഗണ്ണെടുത്തിട്ട് സാർ അങ്ങനെ നോക്കിക്കണേ. അപ്പൊ പെട്ടെന്ന് വീഡിയോ ചെയ്യുമ്പോൾ പെട്ടെന്ന് നമ്മൾ അറ്റാക്ക് കാര്യം ചെയ്തത്. അപ്പൊ എന്തായാലും ഡെഡ് ഇങ്ങനെ മോളും കാര്യത്തിനാണ് കീയും കാര്യത്തിന് വരുന്നത്. അപ്പൊ നമുക്ക് നേരെ അടിച്ചു മാറ്റാം മോൾക്ക് കയറാം. അപ്പൊ ഇത് അടിച്ചു മാറ്റിയ ഒരു സ്ഥലത്ത് ഒരു വീടും കാര്യത്തിന്റെ അത് തുറന്നാൽ നമുക്ക് ഈ സിറ്റിയെ രക്ഷിക്കാൻ വേണ്ടിട്ട് ഒരു ഇത് കിട്ടും. അപ്പൊ ഷൂട്ടും കാര്യത്തിന് കിട്ടണേക്കണം. അപ്പൊ അത് നമുക്ക് രക്ഷിക്കാൻ പറ്റില്ലെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റണേക്കണം. അപ്പൊ അതിൽ മുകളിലത്തെ കീയും കാര്യത്തിന് എടുത്തിട്ട് നേരെ താഴത്തേക്ക് ഇറങ്ങും. എന്താണെന്നൊന്നും അറിയില്ല. അത് നമ്മൾ കീയും കാര്യം കണ്ടിരുന്നു. അപ്പൊ ഇതാണ് കീയും കാര്യം. ചെറിയൊരു കീയും കാര്യം അടിപൊളിയും കീയും കാര്യമൊക്കെ തന്നെയാണ്. അപ്പൊ എന്തായാലും നമുക്ക് എടുത്തുകാണ്ട് നോക്കാം എന്താ ചെയ്യണമെന്നൊന്നല്ല. നമുക്ക് എടുത്താൽ നമുക്ക് നേരെ ആ സ്ഥലത്ത് കാര്യത്തിന് പൊണിഞ്ഞ് നമുക്ക് പോലീസുകാർ എന്താ തരുമെന്നൊന്നും അറിയില്ല. അത് നമ്മൾ അങ്ങനെ ഇറങ്ങിയിരിക്കണം. പോലീസുകാർ എന്താ അയക്കുമെന്ന് അറിയില്ല. ഒരു ആളെ കൊന്നുകൊണ്ട് എന്താ സംഭവിക്കണമെന്നൊന്നും നമുക്ക് അറിയില്ല. അത് നമ്മൾ വണ്ടിയൊക്കെ എടുത്താണ് പുറത്തേക്ക് ഇറങ്ങി. നമുക്ക് സ്റ്റാർ ഒന്നും വീണില്ല. അതുകൊണ്ട് കഴിച്ചില്ല. സ്റ്റാർ ഒക്കെ വീകേണ്ടത് ഇനി. അപ്പൊ നമുക്ക് ഈ വണ്ടി എയർപോർട്ട് കൊടുത്താൽ നമുക്ക് നേരെ സ്കൂട്ടറും കാര്യത്തിന് എടുക്കാൻ പോകണം. അപ്പൊ നമുക്ക് നേരെ ബിസ്കൂട്ടും കാര്യത്തിന് അങ്ങനെ എടുത്തിക്കണം. അപ്പൊ നമുക്ക് നേരെ ആ സ്ഥലത്ത് പോകാം. കുറച്ചാണ്ട് ലോങ് പോവാണ്ട് അവിടെ നമുക്ക് ഒരു ഹൗസും കാര്യത്തിന്റെ ഹൗസിന്റെ ഉള്ളിലായിട്ടാണ് ഈ സംഭവം പൂട്ടിയിരിക്കുന്നത്. അപ്പൊ പോലീസുകാരെ പൂട്ടിയിട്ടാണ് നമ്മൾ സീക്രട്ട് ആക്കി വെച്ചതാണ്. നമ്മളോടൊന്നും പറഞ്ഞ് നമ്മൾ അറിഞ്ഞതാണ്. അപ്പൊ ഇതാണ് ഹൗസും കാര്യത്തിന് വരുന്നത്. നമുക്ക് ചാവി ഇട്ട് തുറക്കാം. അല്ലെങ്കിൽ ഞാൻ ചാവിയൊക്കെ അതിന്റെ ഉള്ളിൽ ഇട്ട് തുറക്കാൻ നിൽക്കുക. അപ്പൊ എന്തായാലും തുറന്ന് നോക്കാം എന്തായാലും സംഭവിക്കുന്നൊന്നും അറിയില്ല. അത് നമ്മൾ ചാവി ഇട്ട് തുറന്നത്. അപ്പൊ നമ്മളെ അടുത്തേക്ക് ഒരു സാധനം കാര്യത്തിന് വന്നിക്കണേ. അപ്പൊ ഇതാണ് ആ സാധനം കാര്യത്തിന് വരുന്നത്. അപ്പൊ ഇത് കണ്ടിട്ട് ഒരു മനുഷ്യൻ എന്ത് ഷൂട്ടും കാര്യത്തിനല്ല. അപ്പൊ ഇതിനൊരു പവർ മാത്രം കിട്ടണം. അപ്പൊ ഇതിന് പവർ കിട്ടാൻ വേണ്ടി നമ്മൾ കുറച്ച് കാര്യങ്ങൾ ചെയ്യുന്ന മാത്രമേ കിട്ടുള്ളൂ. അപ്പൊ നമുക്കൊരു ഒച്ചും കാര്യത്തിന് കേൾക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെ ഫീമെയിൽ ആയിട്ട് നമ്മളെ സിറ്റിയും കാര്യത്തിന് വന്നിക്കണം. അപ്പൊ ഇവര് രണ്ടാൾ എന്താ ചെയ്യാൻ പോകുന്നത് നമുക്കൊരു ഐഡിയും കാര്യത്തിനില്ല. അപ്പൊ എന്താ ചെയ്യലെന്ന് അറിയില്ല. ഡോറും കാര്യത്തിന് ചോട്ടിയാണ്. ഡോറും കാര്യത്തിന് തള്ളിയിട്ടിരിക്കണം. അപ്പൊ ഇനി എന്താ ചെയ്യലും നമുക്ക് യാതൊരു ഐഡിയും കാര്യമില്ല. അപ്പൊ നമ്മൾ ആ ബൈക്ക് എടുത്താണ് നേരെ പോകണം. എന്തായാലും നമുക്ക് വീട്ടിൽ പോയാണ്ട് നമുക്കൊരു പവറും കൂടി എടുക്കണം. ഈ പവർ എന്തായാലും യൂസ് ചെയ്തേ പറ്റുള്ളൂ. അപ്പൊ നമുക്ക് നേരെ ജെറ്റ് ബാഗ് നേരത്തെ നമ്മളെ വീട്ടിലുണ്ട്. അപ്പൊ ഇത് നമ്മൾ ബൈക്ക് ഇവിടെ നിർത്തിയാണ് ജെറ്റ് ബാഗ് എടുക്കാനാണ് പ്ലാൻ. അപ്പൊ എന്തായാലും നമുക്ക് അല്ലെങ്കിൽ ആ ഷൂട്ടിന് എന്തെങ്കിലും പവർ കിട്ടണം. എന്തായാലും സിറ്റിനെ നമ്മളെ രക്ഷിക്കണം. അല്ല നമ്മൾ സിറ്റിയിൽ കുറെ ആൾക്കാർ രക്ഷിക്കണം. അപ്പൊ നമ്മളെ കൊണ്ട കഴിയുള്ളൂ. അതുകൊണ്ട് നമ്മൾ ഇന്ന് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് നേരെ ജെറ്റ് ബാക്കിൽ കയറിയിരിക്കണം. അങ്ങനെ കയറിയാണ് നമുക്ക് നേരെ മോൾക്ക് പാർന്നത്. അപ്പൊ ആ കാണുന്ന ബിൽഡിംഗ് കാര്യത്തിന് അപ്പൊ
ബിൽഡിങ്ങിന്റെ മുകളിലെത്തി. അപ്പൊ നമുക്ക് ഈ പവറും കാര്യത്തിന് എടുക്കാം. അപ്പൊ ഞാൻ കാണിച്ചിട്ട് എന്താ പവറും കാര്യത്തിനെന്ന്. അപ്പൊ നമ്മൾ നേരെ ഈ പവറും കാര്യത്തിന് എടുത്താൽ നമുക്ക് നേരെ നേരത്തെ കണ്ട ഷൂട്ടിനും കാര്യത്തിന് ലഭിച്ചാൽ മാത്രമേ നമ്മളെ ഷൂട്ട് ആയിട്ടാണ് നമ്മൾ സിറ്റി രക്ഷിക്കാൻ പറ്റുള്ളൂ. അപ്പൊ എന്തായാലും നമുക്ക് ഇത് എടുത്തുകൊണ്ട് ഞാൻ ജെറ്റ് പാക്ക് നേരെ വീട്ടിൽ കൊണ്ടുപോയിക്കുന്നുണ്ട്. അടുത്ത പരിപാടി നോക്കാം. വീട്ടിലും കാര്യത്തിന് എത്തിയിരുന്നുണ്ട്. നേരെ ഇവിടെ സുരക്ഷയാക്കി ലാൻഡ് ചെയ്യണം. ലാൻഡ് ചെയ്യാത്ത ഇതും കാര്യത്തില്ല. എന്നാലും ഇവിടെ ഇറക്കിയിട്ട് നമുക്ക് നേരെ ബൈക്ക് എടുക്കണം. അപ്പൊ എന്തായാലും അവിടെ ഇറക്കിയിരുന്നോണ്ട് നേരെ ഈ ബൈക്ക് എടുത്താൽ നമുക്ക് നേരെ നേരത്തെ പോയ സ്ഥലത്തും കാര്യത്തിന് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമുക്ക് എന്തായാലും സൂപ്പർ പവർ കിട്ടിയേ പറ്റുള്ളൂ. അപ്പൊ നമുക്ക് കുറച്ച് കാര്യം കൂടെ ചെയ്യാണ്ട്. അപ്പൊ എന്തായാലും നമുക്ക് നേരെ അതിനോട് സംസാരിച്ചോ എന്താണെന്നും അറിയില്ല. അപ്പൊ ഷൂട്ടും കാര്യത്തിന് പറയണം ഇതുകൊണ്ടൊന്നും ചെയ്യില്ല. ഓലങ്കാട്ടി നല്ല ഹൈറ്റിൽ എന്തെങ്കിലും ആവാൻ പറ്റുള്ളൂ. കുറച്ചുകൂടെ പവർ കിട്ടിയാൽ നമുക്ക് എന്താവാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അപ്പൊ നമ്മൾ എന്തായാലും പണി സ്ഥലത്തും കാര്യത്തിന് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അവിടെ കാര്യത്തിന് വാളും കാര്യത്തിന് എടുക്കാൻ തന്നെ പറഞ്ഞു. അപ്പൊ എന്തായാലും നമുക്ക് അവിടെ എത്തിയിട്ട് ഒരു മൊബൈൽ ഫോണിലേക്ക് നോട്ടിഫിക്കേഷൻ അയക്കണം. അത് എടുക്കണം എന്നാ പറഞ്ഞത്. അപ്പൊ എന്തായാലും നമുക്ക് ഇവിടെ ആയിട്ടാണ് വാളും കാര്യത്തിന് വണ്ടി നിന്ന് ഇറങ്ങിയാൽ എടുത്തൊക്കെ വാൾ ഉണ്ടാകുന്നൊന്നും അറിയില്ല. അപ്പൊ എന്തായാലും പറഞ്ഞുകൊണ്ട് നമുക്ക് നേരെ പോയി നോക്കാം. കുറച്ച് വാളൊക്കെ ഉണ്ട്, സേഫും കാര്യമൊക്കെ തന്നെയാണ്. അപ്പൊ നമ്മളങ്ങനെ നോട്ട് ചെയ്ത് അപ്പൊ ഇതാണ് വാളും കാര്യത്തിന്. അപ്പൊ ഇത് എടുത്താൽ നമ്മൾ നേരെ ബൈക്ക് മുന്നിൽ വെക്കാന്നുണ്ട്. ഫോൺ എടുത്തൊക്കെ ഫോണിക്ക് വന്നുകിടാന്നൊന്നും അറിയാം. അപ്പൊ നേരെ കൈക്കിലാക്കിന്. അപ്പൊ നമുക്ക് നേരെ ബൈക്കിന്റെ അടുത്ത് വന്നിട്ട് നമുക്ക് നോക്കാം ഫോണിൽ എന്തെങ്കിലും വന്നുകിടാന്നൊരു ഐഡിയും കാര്യത്തിനില്ല. അപ്പൊ നേരെ മൊബൈൽ ഫോൺ എടുത്ത് നോക്കി ഫോട്ടോ കാര്യത്തിന് വന്നിട്ടുണ്ട്. അപ്പൊ ഇതാണ് എടുക്കേണ്ടത്. അതിപ്പോ എന്തെങ്കിലും എടുത്ത് നമുക്ക് എടുക്കാൻ പോകാൻ സ്ഥലത്ത് കാര്യങ്ങൾ നമുക്ക് അറിയാം. അപ്പൊ എന്തെങ്കിലും വണ്ടി കയറിയാണ് നമുക്ക് നേരെ വണ്ടി എടുത്താണ് പോവാം. അപ്പൊ ഇതിന്റെ നേരെ മുന്നിലായിട്ടാണ് സംഭവം കാര്യത്തിനുള്ള. അപ്പൊ എന്തെങ്കിലും വണ്ടി എടുത്താണ് നമുക്ക് നേരെ ആ സ്ഥലത്തേക്ക് പോവാം. അപ്പൊ വീഡിയോ സ്റ്റോറി വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്കും ചാനൽ സബ്സ്ക്രൈബ് മാർക്ക് ചെയ്ത്. അപ്പൊ എന്തായാലും നമുക്ക് നേരെ അങ്ങോട്ട് പോയിട്ട് എന്താ പരിപാടി നോക്കാം. അപ്പൊ ഇത് ഫുൾ ആക്കേണ്ടി വരും. അപ്പൊ ഇവിടെ കണ്ടെയ്നറൊക്കെ കാര്യത്തിന്. അപ്പൊ കണ്ടെയ്നർ മുകളിൽ ബൈക്ക് ആയിട്ട് പോകണം. നമ്മളെ ചാടാനൊക്കെ ഉള്ളതുണ്ട്. അപ്പൊ ചാടി നേരെ വന്ന് വീടുകയാണ്. അപ്പൊ ഇനി കുഴപ്പമില്ല തോന്നുന്നുണ്ട്. അപ്പൊ മാക്സിമം നമ്മൾ പോകാൻ നോക്കുന്നുണ്ട്. അപ്പൊ കുറച്ച് കണ്ടെയ്നർ കുറച്ച് തോനെ കണ്ടെയ്നറും കാര്യത്തിനുണ്ട്. അപ്പൊ നേരത്തെ മാതിരിയല്ല കണ്ടെയ്നർ അത് ഫുള്ള്. അപ്പൊ എന്തായാലും നമുക്ക് നോക്കാം എത്തുമെന്ന് എത്തൂല എന്നൊന്നും അറിയില്ല. അപ്പൊ ഇതിന്റെ സൈഡിലേക്ക് ബിൽഡിങ്ങിന്റെ മുകളിലായിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോ നമുക്ക് ചാടി നോക്കാം ബിൽഡിങ്ങിന്റെ മുകളിൽ ഉണ്ടാകുന്നൊന്നും അറിയില്ല. നമ്മളത് സാധനം നോട്ട് ചെയ്ത്. അപ്പൊ ഇതാണ് അടുത്ത പവറും കാര്യത്തിന് വരുന്നത്. എന്ത് പവർ എന്നറിയില്ല. ഇത് വാള് വെക്കാനുള്ള ഏരിയ കാര്യത്തിന് തോന്നുന്നു. ഇനി എന്താ എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല. അപ്പൊ എന്തായാലും നമ്മൾ ബൈക്കിൽ നിന്നും താഴത്തേക്ക് വീണിക്കണേ. അപ്പൊ എന്തായാലും വേറെ ഇറങ്ങാനുള്ള ഓപ്ഷൻ ഒന്നും തിരിച്ച് വന്ന ബൈക്ക് പോകാനും പറ്റും. അവിടെ ഗ്യാപ്പും കാര്യത്തിനുണ്ട്. അപ്പൊ എന്തായാലും ഞാൻ അങ്ങനെ ബൈക്കിൽ നിന്ന് കാര്യത്തിന് വീണിക്കണം. അപ്പൊ എന്തായാലും നമ്മുടെ തലയും കാര്യത്തിന് അവിടെ ചെറുതായിട്ട് ഇടിച്ചിക്കണ്. തല ഇടിച്ച് പിരിഞ്ഞാണ്ട് അവിടെ ഇടിച്ച് വീണിക്കണം. അപ്പൊ എന്താണെന്നറിയില്ല. അപ്പൊ നമ്മൾ നീച്ചപ്പോ എന്താ കണ്ണിനൊന്നും മനസ്സിലാണ്. നമ്മള് കണ്ണൊന്നും മര്യാദയ്ക്ക് കാണുന്നത് ഒക്കെ 2 3 ഉള്ള പോലെയാണ്. അപ്പൊ എന്തായാലും നമുക്ക് നേരെ ബൈക്ക് എടുത്താണ് പോയി വെക്കാം. നമുക്ക് ഒന്നും കണ്ടോ വണ്ടി മര്യാദയ്ക്ക് ഓടിച്ചാനും കൂടെ കഴിഞ്ഞു. വണ്ടി എങ്ങനെയൊക്കെ ആവുന്നുണ്ട്. അപ്പൊ നമ്മളെ കണ്ണിന് എന്തൊക്കെ ചെറുതായിട്ട് മിന്നലൊക്കെ തോന്നുന്നുണ്ട്. കണ്ണിനൊക്കെ ഇങ്ങനെ മിന്നി കളിച്ചിന മാതിരി തോന്നുന്നുണ്ട്. പെട്ടെന്ന് ബൈക്ക് അങ്ങനെ എന്തൊക്കെയോ ഒച്ച കേട്ടാണ് ഞാൻ നീച്ചത്. അപ്പൊ എനിക്ക് ഇപ്പോഴും ശരിക്കും ഒരു ബോധം വന്നിട്ടില്ല. അപ്പൊ എന്റെ ബൈക്കും കാര്യത്തിലാണ് ഞാൻ പെട്ടെന്ന് വീണത്. ആ വീണില് തല ഇടിച്ചാൽ കഴിച്ച അപ്പൊ ബൈക്കും കാര്യത്തിന് ഇവിടെ ഉണ്ട്. അപ്പൊ എന്തൊക്കെയോ ഒച്ച കേൾക്കുന്നത് നമ്മൾ സിറ്റിക്ക് വന്നിട്ട് തോന്നുന്നുണ്ട്. അപ്പൊ കഴിച്ച അപ്പൊ നമ്മളെ മുന്നിൽ തന്നെ ഉണ്ട്. അപ്പൊ നമ്മളെ കണ്ടുകണം. അപ്പൊ എന്താണെന്നൊന്നും അറിയില്ല. നമ്മൾക്ക് എന്ത് രക്ഷിക്കലൊന്നും അറിയില്ല. പക്ഷെ നമ്മളെ ബാക്കിൽ ബോട്ടും കാര്യത്തിന് വരുന്നുണ്ട്. എന്താണെന്നൊന്നും അറിയില്ല. അപ്പൊ എന്താ നമുക്ക് നീച്ച് നോക്കുമ്പോഴേക്ക് ശരിക്കും ഇപ്പോൾ ബോധം വന്നിട്ടില്ല. അപ്പൊ നമ്മൾ നീച്ച് നോക്കിയപ്പോ ആ ബോട്ടും കാര്യത്തിന് പോയിക്കണം. അപ്പൊ നമ്മളെ മുന്നിൽ ഒരു വലിയൊരു റൗണ്ട് ഷേപ്പിൽ വന്നു. അപ്പൊ അത് തൊട്ടപ്പോ പോയിക്കണം. അപ്പൊ ഒരു ബമ്മ കാര്യത്തിന് തോന്നുന്നുണ്ട്. എന്താ ഇത് സൂപ്പർ പവറും കാര്യത്തിന് തോന്നുന്നുണ്ട്. നമ്മളെ കൊണ്ടുള്ളതാണെന്നൊന്നും അറിയില്ല. അപ്പൊ എന്തായാലും എനിക്കിതൊന്നും മനസ്സിലായിട്ടില്ല. കണ്ടിട്ടൊന്നും മനസ്സിലായി. ഒരു ബമ്മന്റെ പോലെ കാര്യത്തിനുണ്ട്. അപ്പൊ എനിക്ക് യാതൊരു ഐഡിയ കാര്യമൊന്നുമില്ല. അപ്പൊ നമ്മളിപ്പോഴും ഒരു ശരിയായിട്ടില്ല. അപ്പൊ എന്തായാലും ഒന്നും അറിയാം. നമുക്ക് നേരെ ടച്ച് ചെയ്ത് നോക്കാം. നമ്മൾ ടച്ച് ചെയ്ത് നോക്കി ഇനി എന്താണെന്നൊന്നും അറിയാം. അങ്ങനെ ഫ്രാങ്ക്ലിൻ ടച്ച് ചെയ്ത് നോക്കുന്നുണ്ട്. അപ്പൊ എന്താ സംഭവിക്കണമെന്ന് അറിയാം. അപ്പൊ ടച്ച് ചെയ്തപ്പോ പോയിക്കണം. എന്താണെന്ന് സംഭവിക്കണം അറിയാം. ടൈറ്റൻസ് ഇന്ന അറ്റാക്ക് ചെയ്യാൻ പാടില്ല പറഞ്ഞിട്ടുള്ള. അപ്പൊ അത് അറ്റാക്ക് ചെയ്യുന്നത് നമുക്ക് ഫ്രാങ്കിലെ പവർ യൂസ് ചെയ്യും. ഫ്രാങ്കിലെ പവർ ഒന്നും ആവുന്നില്ല. അപ്പൊ എന്താ ടൈറ്റൻസ് കാര്യത്തിന് ഫ്രാങ്കിലെ അറ്റാക്ക് ചെയ്യാൻ വരുന്നുണ്ട്. അപ്പൊ എന്താ സംഭവിക്കുന്നത് ഫ്രാങ്കിലെ അറ്റാക്ക് ചെയ്ത് പെട്ടെന്നാണ് നിന്നുകണ്. അപ്പൊ എന്താന്ന് പറയുമ്പോ 2 ആളും നിന്നുകണ്. അപ്പൊ എന്താ തിരിഞ്ഞു നോക്കിയപ്പോ ജയ്സ് അപ്പൊ നമ്മൾ പവർ കൊടുത്ത ആളും നീച്ച് വന്നത്. അപ്പൊ എന്ത് രൂപ ആവാൻ പറ്റുന്ന ആള് എന്ത് രൂപയാണ് തിരിച്ചു വന്നത്. അപ്പൊ ഇത് ഇനി നോക്കിക്കോളി. ഇനി നമ്മൾ നോക്കണം. നമ്മളെങ്കാട്ടി വലുപ്പുണ്ട്. ആ ഓലങ്കാട്ടി നല്ല വലുപ്പുണ്ട്. ഇനി ഓല് നോക്കിക്കോളി. നമ്മൾ നോക്കിയേ വേണ്ട ഓല് എന്ത് ആയിക്കോട്ടെ.